വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വയ്ക്കും. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മേഖലയിൽ പരിശോധന നടത്തുകയാണ്. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയോ? ഈ മയക്കുവെടി ആദ്യത്തെ കൂട് വെച്ചതും രണ്ടാമത്തെ കൂട് വെച്ച പ്രദേശം പരിശോധിക്കും. മാത്രവുമല്ല, ഈ പറയുന്ന കടുവ തങ്ങാൻ സാധ്യതയുള്ള ചതുപ്പ് സ്ഥലങ്ങളും നമ്മൾ പരിശോധന വിധേയമാക്കും. അതല്ലാതെ ഈ പറയുന്ന കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങളോ ഈ പറയുന്ന ഒളിത്താവളങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിശോധന വിധേയമാക്കും. നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ക്യാമറ ട്രാപ്പിലും AI ക്യാമറയിലൊന്നും തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും ഇന്ന് നടത്തുന്നുണ്ട്. നമ്മുടെ ഡാറ്റാബേസിലുള്ള ഒരു കടുവയല്ല. രതീഷ് വാസുദേവനുണ്ട് വിശദാംശങ്ങളുമായി. രതീഷ്, ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തോ? ഈ മയക്കുപിടി വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്? ഇപ്പോൾ സംസാരിച്ചത് വയനാട് കൽപ്പറ്റ DFO അജിത് കെ രാമനാണ്. അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ പറയുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി വിദഗ്ധ സംഘം അമരക്കുനിയിലെത്തി. നിലവിൽ കടുവയെ കണ്ടെത്തേണ്ടതുണ്ട്. കടുവ പ്രദേശത്തുണ്ട് എന്നതല്ലാതെ എവിടെയാണ് എന്നുള്ള കൃത്യമായ ധാരണ കിട്ടുന്നത്. അതിന് ആദ്യം ഒരു സംഘം ആദ്യം പോയി ലൊക്കേറ്റ് ചെയ്യും. ആ ലൊക്കേഷനിൽ ആദ്യത്തെ ടീമാണ് മയക്കുവെടി സംഘത്തെ വിവരം അറിയിക്കുക. ആദ്യം ലൊക്കേഷൻ കണ്ടെത്തി, സൗകര്യപ്രദമായ ഇടം കണ്ടെത്തി, അതിനുശേഷമായിരിക്കും ഈ ഡാർട്ട് ടീമിനെ, മയക്കുവെടി വിദഗ്ധ സംഘത്തെ അറിയിക്കുക. അതിനുശേഷമായിരിക്കും സൗകര്യപ്രദം ആണെങ്കിൽ മാത്രം മയക്കുവെടി വയ്ക്കുക. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ എത്തി പ്രദേശങ്ങളൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ ഈ സഹായികളായിട്ടുള്ള ആദ്യ സംഘം പോയി ഈ പ്രദേശത്തെ കടുവയുടെ മയക്കുവെടി വെക്കാനുള്ള സാധ്യത, ആ പ്രദേശത്ത് കടുവ അഥവാ മയക്കുവെടി വെച്ചാൽ എങ്ങനെയാണ് പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കും. മാത്രമല്ല, കടുവയുള്ള പ്രദേശങ്ങൾ, ചതുപ്പുള്ള ഭാഗങ്ങൾ, കാടുള്ള തോട്ടങ്ങൾ ഇവയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ സംഘത്തിന്റെ ആദ്യ ഘട്ടത്തിലുള്ള പരിശോധന. തുടർന്നായിരിക്കും മയക്കുവെടി വിദഗ്ധർ അരുൺ സഖറി ഉൾപ്പെടെയുള്ള ടീം പുറപ്പെടുക. എന്തായാലും 5 ദിവസമായി ഈ പ്രദേശത്ത്, അമരക്കുനി പ്രദേശത്ത് വലിയ ഭീതി വിധിച്ച കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് 2 ദിവസമായിട്ട് ഉള്ളത്. 3 കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവ ആ കൂട്ടിലൊന്നും കയറിയില്ല. 20 ക്യാമറ ട്രാപ്പുകളും നിലവിൽ വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. സമഗ്രമായ പരിശോധന വനം വകുപ്പ് സ്ഥാപിച്ചത് ആശ്വാസമാണെങ്കിലും കടുവയെ പിടികൂടാത്തത് പ്രദേശവാസികൾക്ക് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള സകല സംവിധാനങ്ങളോട് കൂടിയാണ് ഇന്ന് വനം വകുപ്പ് പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. കടുവ അല്ലെങ്കിൽ അതിൽ തൊട്ടടുത്ത് തന്നെയുള്ള വന്യജീവി സങ്കേതമുണ്ട്. ഒരുപക്ഷെ കടുവ അങ്ങോട്ടും കയറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കടുവയെ ജനവാസ മേഖലയിൽ കണ്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വന്നാൽ സ്വാഭാവികമായിട്ടും മയക്കുവെടി വെച്ച് പിടികൂടി അതിനുശേഷം ഉൾവനങ്ങളിൽ വിട്ടയക്കാനാണ് പറയുന്നത്. പക്ഷേ കടുവയ്ക്ക് അല്പം പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മയക്കുവെടി വെച്ച് പിടികൂടിയാൽ തന്നെ പുറത്തുവിടുക, ഉൾവനങ്ങളിലേക്ക് കൊണ്ടുപോയി വിടുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പരിശോധന ഇപ്പോൾ രാവിലെ 8 മണിയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടരുകയാണ്. ഇപ്പോൾ കടുവയെ നിലവിൽ കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശം കണ്ടെത്തിയെങ്കിലും കടുവയെ നേരിട്ട് മയക്കു സംഘത്തിന് ഉറപ്പിക്കാൻ ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ അതിന് കഴിയും. തുടർന്നായിരിക്കും മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. ആതിര. ശരി, വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലാണ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നത്. മയക്കുവെടി വെക്കാനാണ് നീക്കം. ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.